നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ വാസവൻ ശ്രീകാന്തിന്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. എന്താടാ നീ പറഞ്ഞത്? നീ കൂടുതൽ ആളാവൊന്നും ചെയ്യണ്ട. പുളിക്കന്റെ മരണത്തിൽ നിനക്ക് പങ്കില്ലെങ്കിൽ പിന്നെ നീ എന്തിനാടാ പുളിക്കനെ വിളിച്ചോണ്ടിരുന്നേ? വരുണ്ട കൊലപാതകത്തിന് ശേഷം നീ കുറെ തവണ പുളിക്കനെ വിളിച്ചിട്ടുണ്ടല്ലോ. വാസവ സാറേ, ഞാൻ പുളിക്കനെ വിളിച്ചെന്ന് കരുതിയിട്ട് പുളിക്കനെ മരണമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്നാണോ? ശ്രീനിവാസൻ പറഞ്ഞു, നീ ആളെ താപ്പാന എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. കൂടുതൽ കടന്ന് ഉരുണ്ട് കളിക്കണ്ടെന്ന് പറഞ്ഞു. ശ്രീനി സാറേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പുളിക്കനെ കൊല്ലാൻ നിൽക്കണ്ട, ഭ്രാന്തുണ്ടോ? ഞാൻ പുളിക്കനെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞു. എടാ, നീ പുളിക്കനെ കൊന്നിട്ടില്ലെങ്കിൽ പിന്നെ നീ പുളിക്കൻ മരണപ്പെട്ട ദിവസം നാർക്കോലിലേക്ക് പോയതെന്തിനാ? നീ അവിടെയാണല്ലോ നീ ചെന്നിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ഒന്നും ഞെട്ടി. കാരണം അയാൾക്ക് മനസ്സിലായി ഇനിയിപ്പം ഇവർ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാക്കുമെന്നൊരു ചിന്ത ശ്രീകാന്തിന് മനസ്സിലായി. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ഞാൻ പോയതാ, അല്ലാതെ പുളിക്കൻ്റെ മരണമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. വാസവൻ പറഞ്ഞു, ശ്രീകാന്തേ, ഒരു കാര്യം ഞാൻ പറയാം. നിനക്ക് എൻ്റെ മോൻ്റെ മരണമായിട്ടോ പുളിക്കൻ്റെ മരണമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പിന്നെ നിന്നെ ഞാൻ ഭിത്തിയും പടമായിട്ട് തൂക്കും. നിൻ്റെ മകനുണ്ടല്ലോ, എത്ര വയസ്സായി? 1 വയസ്സായോടാ അവന്. പിന്നെ അവന് അച്ഛനില്ലാതാവും. നിന്റെ ഭാര്യയോടൊന്ന് പറഞ്ഞേരെ എന്ന് പറഞ്ഞു. ശ്രീനിവാസൻ പറഞ്ഞു, അത് മാത്രമല്ല, വിക്രത്തിന്റെ തലയിലേക്ക് കുറ്റം കെട്ടിവെക്കാനായിട്ടാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആരാ എന്താന്നൊക്കെ അധികം വൈകാതെ പുറത്തു വരും. പുളിക്കനെ കൊന്നതിനൊരു ദൃക്സാക്ഷി ഉണ്ടല്ലോ, അവൻ നാവ് തുറന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അനിയൻകുട്ടന്, അപ്പൊ പിന്നെ നിന്റെ കാര്യം അതോ ഗതിയായി. അവൻ കൃത്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ശ്രീകാന്ത് എന്ന് പറഞ്ഞു. ശ്രീകാന്തിന് മുഖത്തൊരു പതർച്ചയുണ്ടായിരുന്നു. ശ്രീകാന്ത് പുറമേ കാണിച്ചില്ല. പിന്നീട് ശ്രീകാന്ത് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം ശ്രീനിവാസൻ പറഞ്ഞു, അവൻ്റെ മുഖത്തൊരു പതർച്ച ഞാൻ ശ്രദ്ധിച്ചു. അവൻ ഇതിനകത്ത് നല്ല പങ്കുണ്ട് വാസവാന്ന് പറഞ്ഞു. വാസവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനെ നിരീക്ഷിക്കണം. ആ സമയം ശ്രീനിവാസൻ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ അവരങ്ങോട്ടേക്ക് പുളിക്കനെ അന്വേഷിച്ച് പോകുന്നുള്ള കാര്യം, അവിടെ അവൻ ഒളിവിൽ കഴിയുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇവന് ചിലപ്പോൾ ആരെങ്കിലും ചോർത്തി കൊടുത്താണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചല്ലേ അന്വേഷിക്കേണ്ടതെന്ന് ചോദിച്ചു. അത് ശരിയാ, അങ്ങനെയാണ്, അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തണം. ഞാൻ നോക്കട്ടെ ആരാണ് ഇവൻ്റെ ഫോണിലേക്ക് വിളിച്ചതെന്ന്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും എന്ത് വന്നാലും പുളിക്കൻ്റെ മരണം, വരുണ്ടം കൊലപാതകം എല്ലാം ആരാ എന്താ ചെയ്തതെന്ന് കണ്ടെത്തണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ശ്രീകാന്ത ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടില്ല, ഒറ്റ വെടിക്ക് അവനെ തീർക്കും എന്നൊക്കെയാണ് വാസവൻ പറയണത്. അങ്ങനെ ജീവനും കൊണ്ടുപോയ ശ്രീകാന്ത് എന്ത് ചെയ്യണം, നേരെ ചന്ദ്രശേഖരനെ വിളിക്കണം. ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. കുടിച്ച മദ്യം മൊത്തം ആവിയായി പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയല്ലേ ഉണ്ടായത്. എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും തന്നെ തീർത്ത് കളയുന്നുള്ള കാര്യം ഉറപ്പാ. ഇതേസമയം രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ശരീരം മുഴുവൻ നല്ല വേദന തുടങ്ങി. ചെറിയൊരു പനിയുടെ ലക്ഷണം. വേദം മൂടി പൊതിച്ച് കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രം അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ബാ ആഹാരം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദം പറഞ്ഞു, എനിക്കെന്തോ വിക്രം കഴിക്കാൻ തോന്നില്ല. അതെന്താ? ദേഹം മൊത്തം വേദനയുണ്ട് എന്ന് പറഞ്ഞു. പനിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ വിക്രം ഇങ്ങനെ തൊട്ട് നോക്കിക്കഴിയുമ്പോൾ ചുട്ടുപൊള്ളുന്ന ചൂട്. പനിക്കുന്നുണ്ടല്ലോ, ഇതെന്താ നീ ഇത്ര സമയം പറയാതിരുന്നേ? സാരമില്ല വിക്രം എന്ന് പറഞ്ഞു. സാരമില്ലെന്നോ? പെട്ടെന്ന് വിക്രം പോയി ഒരു തുണിയൊക്കെ നനച്ച് നെറ്റിയിലിടുവാണ്. അതിനുശേഷം ഒരു ചുക്ക് കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു. ഇത് കുടിക്കാനും പറഞ്ഞുകൊണ്ട് വേദം നിർബന്ധിച്ച് കുടിപ്പിക്കണം. വേദ പറഞ്ഞു, ചെറിയൊരു പനിയല്ലേ ഉള്ളൂ, സാരമില്ല. ചെറിയ പനിയോ? അതെ, എനിക്ക് തോന്നുന്നു ചെയ്യാത്ത ജോലികളൊക്കെ ചെയ്തിട്ടാന്ന് തോന്നേ. ഇതൊന്നും നിനക്ക് വശമുള്ള കാര്യമല്ലോ. അത് ശരിയാ വിക്രം, പക്ഷെ നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ആ രീതിക്ക് അനുസരിച്ച് വേണ്ട നിൽക്കാനായിട്ട്. നമുക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. ആ സാഹചര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് വരണമെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, അതൊക്കെ ശരിയാ, ഇപ്പം എനിക്ക് ശരിക്കും സങ്കടം തോന്നണമെന്ന് പറഞ്ഞിട്ട് വേദയെ ചേർത്ത് പിടിച്ചു. ഞാൻ കാരണമല്ലേ നിനക്കിപ്പോൾ കൂലിപ്പണിയാൻ പോകേണ്ട ഗതികേടുണ്ടായത്. നിനക്ക് നിൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേട്ട് അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ആ ദർശനെ വിവാഹം കഴിച്ച് നല്ല സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു. ജഡ്ജിയുടെ മോളല്ലേ, ഭാവിയിൽ നിനക്കൊരു ജഡ്ജി വരെ ആവാമെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ജീവിതം എനിക്ക് ആസ്വദിക്കാൻ പറ്റുമോ? എൻ്റെ തലയിൽ വരച്ചിരിക്കുന്ന വിക്രത്തെയായിരുന്നു. വിക്രം അല്ലാതെ വേറെ ആളും എൻ്റെ ജീവിതത്തിലേക്ക് വരാനും പോകുന്നില്ലായിരുന്നു. ആ തലവര മാറ്റാനായിട്ട് ആരെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ വിക്രത്തിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ക്ഷേത്രത്തിൽ വെച്ച് ആ മുഹൂർത്തത്തിൽ താലി ചാർത്തിയ ആൾക്കാരും പിരിഞ്ഞിട്ടില്ല എന്ന്. ഒരു ശുഭമുഹൂർത്തമായിരുന്നു. അതിൽ ഞാനും വിശ്വസിച്ച് പോന്നിരുന്ന ആളാണ്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ആ വീട്ടിലേക്ക് തന്നെ തിരികെ വന്നതെന്ന് പറഞ്ഞു. വിക്രമൻ ശരി തന്നെയാണ്, പക്ഷെ എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ വേദയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ്
വിക്രം കളിക്കുന്നത്. കുറച്ചൊക്കെ വേദയ്ക്ക് അപ്പത്തിന് ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് ശ്രീകാന്ത് ചെന്നു. എന്നിട്ട് ശ്രീകാന്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വാസവനും ശ്രീനിവാസനും കാണാൻ വന്നതും പിന്നീട് അവർക്ക് സംശയമുള്ള കാര്യങ്ങൾ. ചന്ദ്രശേഖരൻ പറഞ്ഞു, എന്നാ സൂക്ഷിക്കണം, നിന്നെ അവർ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതെ, അതെനിക്ക് മനസ്സിലായി അച്ഛാ. സത്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ജീവൻ ഉണ്ടായിരിക്കില്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ അച്ഛനുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനെ അവർ കൊന്നുകളയെന്ന് പറഞ്ഞു. ഒരിക്കലും അതൊന്നും പുറത്തു വരാൻ പോകുന്നില്ലടാ, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ഇനിയൊരു കാര്യമുണ്ട്, നമ്മൾ വിളിക്കുന്ന കോൾസൊക്കെ രഹസ്യമായിട്ട് വേണം നടത്താനായിട്ട്. ഒരു കാരണവശാലും ആർക്ക് സംശയമൊന്നും തോന്നാൻ പാടില്ല. ആ വിക്രം, അവനെ നമുക്ക് തീർക്കണം. അവൻ്റെ കൂടെ വേറൊരുത്തനും കൂടെ ഉണ്ടല്ലോ, അനിയൻകുട്ടന്. എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അവരെ. കണ്ടെത്താതെ ഇനി നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. കണ്ടെത്തി അവരെ തീർത്തില്ലെങ്കിൽ നമ്മളാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം എല്ലാവരും അറിയും. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ വിക്രമാണ് അടുക്കളയിൽ കയറി ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്നത്. വേദയ്ക്കുള്ള കാപ്പി എല്ലാം കൊണ്ട് കൊടുക്കുകയും ചെയ്തു. വേദയോട് പറഞ്ഞു, ഇന്ന് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അതിന് മാത്രം പ്രശ്നവും കാര്യങ്ങളൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന് ജോലിക്ക് പോകണ്ട, ഈ വയ്യായികം വെച്ചുകൊണ്ട് പോയാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ആഹാരമൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സമയത്തിനടുത്ത് കഴിക്കണം. അനിയൻകുട്ടനെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. കാരണം അച്ഛൻ്റെ അടുത്ത് കൊണ്ടേ കാണിക്കണമല്ലോ, അച്ഛൻ്റെ അടുത്ത് പള്ളിമേടയിൽ അവൻ പോയി ഇരുന്നോളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഗീവറീസ് വന്നു. ഗീവറീസ് വന്നിട്ട് മേരിയെ അവിടെ ആക്കി. എന്നിട്ട് അവരും കൂടെ പോയി. അപ്പോഴേക്കും മേരി ചോദിച്ചു, അല്ല ഇന്ന് പണിയാൻ വരാത്ത എന്താന്ന് ചോദിച്ചു. അതെ, നല്ല പനിയായിരുന്നു രാത്രിയിൽ, അതുകൊണ്ട് വിക്രം ഒന്ന് പോകണ്ടെന്ന് പറഞ്ഞു. ആണോ, എങ്കിലൊരു കാര്യം ചെയ്യുന്ന, ഇന്ന് വരണ്ടാന്ന് പറഞ്ഞു. എനിക്ക് വരാനായിട്ട് താല്പര്യമായിരുന്നു ചേച്ചി. വേണ്ടാന്നേ, എനിക്ക് തോന്നുന്നു ഇത് പ്രേമപ്പനിയാന്നോ? അതെ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളല്ലേ ആയുള്ളൂ, ആ സമയത്ത് ഇങ്ങനെയൊക്കെ പനിയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ ചോദിച്ചു, ആഹാ അത് കൊള്ളാലോ, വേദയ്ക്കൊന്നും പരിചയമുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. പിന്നീട് മേരി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവസാനം പറഞ്ഞു, എങ്കിൽ ഞാൻ പോട്ടെ, ഇപ്പം തന്നെ സമയം കുറച്ച് ലേറ്റായെന്ന് പറഞ്ഞു. പിന്നെ ആ പ്ലാന്റേഷൻ മാനേജർ ജോബി ഉണ്ടല്ലോ, അവൻ്റെ ഒരു ചൊറിയുന്ന വർത്താനം കാണുമായിരിക്കും ചെല്ലുമ്പോൾ, അതുകൊണ്ട് ഞാൻ പോട്ടെ, ഞാനേ തിരിച്ച് പോകുമ്പോൾ ഇവിടെ കയറാമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ ചേച്ചി എന്ന് പറഞ്ഞു. റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞിട്ട് മേരി പോയി. അങ്ങനെ മേരി പണി സൈഡിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ജോബി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ജോബി വേദയെ കാത്തിരിക്കുന്ന. അങ്ങനെ മേരി തന്നെ ചെല്ലുന്നുണ്ടപ്പോഴത്തേനും ജോബി ചോദിച്ചു, അല്ല എന്തിയെ വേദ വന്നില്ലേന്ന് ചോദിച്ചു. അവൾക്ക് നല്ല സുഖമില്ലെന്നോ? അതെ, പനിയാ സാറേ, അവൾക്ക് അതുകൊണ്ട് വരാൻ പറ്റിയില്ല. എന്താ ഒറ്റ ദിവസം ജോലിക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും പനി പിടിച്ചോ? കള്ളപ്പനിയാണോ? ഇങ്ങനെയുള്ളവരൊന്നും ജോലിക്ക് എടുക്കാനായിട്ട് പാടില്ലാത്തതാണ്. എനിക്ക് അപ്പറേ അറിയായിരുന്നു അവളൊന്നും അധികം നാൾ ഇവിടെ ജോലിയില്ലെന്ന്. എൻ്റെ സാറേ, ആ കൊച്ചിന് നല്ല പനിയാ, ഞാൻ ആ കൊച്ചിനെ കണ്ടിട്ടാ വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു പറഞ്ഞു. ആണോ? അവളുടെ ഭർത്താവാണെങ്കിൽ ജോലിക്കും പോയി. ഓ, അപ്പം ഭർത്താവ് അവിടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഒടുവിൽ മേരി ജോലിക്ക് ഇറങ്ങുവാണ്. ഈ സമയം ഇങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യണ്ടേ, ഒരു കാര്യം ചെയ്യാം, അവളെ ഒന്ന് കാണാൻ പോയാലോ, ഇത് തന്നെ കിട്ടിയ അവസരം മുതലാക്കണം എന്നൊക്കെ വിചാരിച്ച് നേരെ കൈതമുക്കിലുള്ള വേദയും വിക്രം താമസിക്കുന്ന ആ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുമ്പോൾ കഥയൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ടോ, ഇനി ഇവിടെ ആരുമില്ലേ എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ കഥയെ മുട്ടുന്ന സമയത്ത് വേദ പതുക്കെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ജോബിയാണ്. അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓർത്തു, ഇവനെന്തിനാ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ ഇവന് ഒരു നോട്ടമുണ്ട് തന്നിൽ എന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലായ കാര്യമാണ്. അങ്ങനെ വേദ കഥ തുറന്നിട്ട് ചോദിച്ചു, എന്താ സാറേ കാര്യം എന്ന് ചോദിച്ചു. അല്ല മേരി വന്നപ്പോൾ പറഞ്ഞായിരുന്നു പനിയാന്ന് വേദയ്ക്ക്, അതുകൊണ്ടൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്ന. കുഴപ്പമില്ല സാറേ, കുറവുണ്ട് എന്ന് പറഞ്ഞു. നാളെ മുതൽ ഞാൻ പണിക്കിറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ ഇറങ്ങിക്കോളാനൊക്കെ പറഞ്ഞു. അല്ല എന്താ സാറ് വന്നേ? വെറുതെ ഞാൻ വന്നാന്ന് പറഞ്ഞു. പിന്നീട് വേദ ചോദിച്ചു, വേദ എവിടെയാ ഇതിനു മുമ്പ് താമസിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും വേദ ആദ്യം ഒന്ന് ആലോചിച്ചു യഥാർത്ഥ സ്ഥലപ്പേരൊക്കെ പറയണമെന്ന്. പിന്നീട് എല്ലാം മാറ്റിയാ പറയണേ. ജോബി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്കുള്ള ചായ എന്തെങ്കിലും തരാൻ പറ്റുമെന്ന് ചോദിച്ചു. വേദയ്ക്ക് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അവർ നോട്ടോ മട്ടും ഭാവമൊന്നും അത്ര ശരിയില്ല. കാരണം പനിയായിട്ടിരിക്കുന്ന ഒരാളോട് ആരും അങ്ങനെ വന്ന് ചോദിക്കാൻ വഴിയുള്ളതല്ല. വേദ ശരിയെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോകണം വെള്ളം കൊടുക്കാനിട്ട്. ഈ സമയത്ത് ജോബിയും കൂടെ അങ്ങോട്ട് പിന്നാലെ കയറി. വേദ അടുക്കള ചെന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ജോബി തൊട്ട് പുറകെ വന്നിരിക്കുന്നു. വേദയ്ക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഭ്രാന്തി പിടിക്കുന്നത് തോന്നി. അവൻ്റെ മനസ്സിലിരിപ്പം മനസ്സിലായി. എന്താണെങ്കിലും അവനെ അവിടെ നാട്ടി ഇറക്കി വിടുന്നുണ്ട് വേദ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.